ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ സൺ ഗാർഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഈ ഒരു സമയം നിങ്ങളൊരു സൂര്യനെ പോലെ ഇരിക്കുന്നു എന്നാണ്. അത്രയും പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഈ സമയത്ത് നിങ്ങളുടെ ഒരു പ്രത്യേകത. ഇപ്പോൾ നിങ്ങൾക്ക് കുറേ ആൾക്കാർക്കും സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കാൻ പറ്റുമെന്നുള്ളതാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ കുറേ ആൾക്കാർക്കും നടന്നിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നടക്കുമെന്നൊരു പ്രതീക്ഷ നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊന്ന് തിളങ്ങുന്ന ഒരു എനർജിയാണ് ഈ സമയം നിങ്ങൾക്കുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുന്നതാകാം, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് പാമ്പർ ചെയ്ത് സന്തോഷിപ്പിച്ച് നിങ്ങൾക്ക് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സമയമാണ്. ഒന്ന് സെൽഫ് കെയർ ഒക്കെ നിങ്ങൾ ചെയ്തിരിക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളൊന്ന് സെൽഫ് ടോക്കൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ പുതിയ പ്രതീക്ഷകളാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് മുന്നിൽ ഉണ്ടായിരുന്ന കുറേ ബ്ലോക്കേജസ് ഒക്കെ ഒന്ന് മാറിപ്പോയി, അങ്ങനെ ഒരു തോന്നൽ ഈ ഒരു സമയം നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു വലിയ ഇരുട്ട് മാറുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പുതിയ തുടക്കങ്ങൾ ഉണ്ടായിരിക്കും, പോസിറ്റിവിറ്റി ഒരുപാടുണ്ടായിരിക്കും എന്ന് തന്നെയാണ്. പുതിയ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ സ്ട്രോങ് ആകും. നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ, ഇൻറ്റ്യൂഷനായിട്ട് നിങ്ങൾക്ക് തരുന്ന കാര്യങ്ങൾ നിങ്ങൾ അവഗണിക്കാതിരിക്കുക. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ പറ്റുമെന്നുള്ളതാണ്. പിന്നെ നിങ്ങളുടെ ഇന്നർ ചൈൽഡ് ഒക്കെ അവിടെ ഒരു ഹീലിംഗ് നടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് പാസ്റ്റിൽ ഉണ്ടായിരുന്ന, അതായത് ചൈൽഡ്ഹുഡിലൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു ഡ്രോമ, അത് ചിലപ്പോൾ സിബ്ലിങ്സിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ അബ്യൂസ് ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ മാറ്റി നിർത്തിയതായിരിക്കാം. ഇതൊക്കെ നമ്മുടെ കുഞ്ഞു മനസ്സിൽ വളരെ വേദനയായിട്ട് നിന്നിട്ടുണ്ടായിരിക്കാം. ചില ആൾക്കാർക്ക് ഇപ്പോഴും അത് ഹീലാകാതെ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടേയിരിക്കാം. നിങ്ങൾക്ക് കിട്ടാത്തതും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കിട്ടിയതുമായിട്ടുള്ള കാര്യങ്ങളാവാം. ഏതെങ്കിലും ഒരു ഇപ്പോൾ ഒരു ഡ്രസ്സാകാം, അല്ലെങ്കിൽ നല്ലൊരു കളിപ്പാട്ടമാകാം. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ വെറുതെ ഇങ്ങനെ വിഷമിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാത്ത ആ ഒരു സ്നേഹത്തെ നിങ്ങൾ ഇങ്ങനെ ഓർത്ത് വിഷമിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ നിങ്ങൾ ഹീല് ചെയ്യാതെ നിങ്ങളിൽ കിടപ്പുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങളത് ഈ ഒരു സമയം ഹീല് ചെയ്ത് കളയണം എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി തീർച്ചയായിട്ടും സക്സസ് ഉണ്ടാകും. നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും എന്നുള്ളൊരു ഉറച്ച വിശ്വാസം തീർച്ചയായിട്ടും ഉണ്ടെന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങൾ വളരെ ഉത്സാഹത്തോടു കൂടി ഇവിടെ മുന്നോട്ട് പോകുന്നൊരു സാഹചര്യമാണ് തീർച്ചയായിട്ടും ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ സൺ ഗാർഡാണ്, പുതിയ തുടക്കമാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്കൊരു പുതിയ വെളിച്ചം വന്നെത്തുന്നു എന്ന് തന്നെ പറയാം. അപ്പോൾ ഇവിടെ തൊട്ടടുത്തായി വന്നിട്ടുള്ളത് സ്റ്റാറാണ്. തീർച്ചയായിട്ടും ഇത് ഹീലിംഗിൻ്റെ ഒരു എനർജിയാണ്.
പ്രതീക്ഷയുടെ എനർജിയാണ്. അതായത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും, അത് എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നൊരു വിശ്വാസത്തോടെ നിങ്ങളിവിടെ ഇരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ സമയത്തെ നിങ്ങളുടെ ചിന്തകൾ മാനിഫെസ്റ്റ് ആകും. അപ്പോൾ നിങ്ങൾ ഈ സമയം ഏറ്റവും പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കാൻ ശ്രമിക്കുക, ഏറ്റവും സന്തോഷത്തോടു കൂടി തന്നെ ഇരിക്കാൻ ശ്രമിക്കുക. ഇതിൽ നിങ്ങൾക്കൊരു അപ്രിസിയേഷനൊക്കെ കിട്ടുന്ന സമയമാണ്. അതായത് ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു അപ്പിയറൻസ് നല്ലതാണ് എന്നൊക്കെ മറ്റുള്ളവർ നിങ്ങളോട് വന്ന് പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ തോന്നാം ഈ സമയം നിങ്ങളെ കാണാൻ ഒരു പ്രത്യേകതയുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ തോന്നാം, അല്ലെങ്കിൽ പഴയതിനേക്കാളും നിങ്ങൾ ഒരുപാട് മാറി എന്നുള്ളതാണ്. നിങ്ങളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ ഫുള്ളി മാറ്റിയിട്ടുണ്ടായിരിക്കാം നിങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു എനർജി സ്പ്രെഡ് ചെയ്യുന്ന, അതായത് ഒരു പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ഒരാളായി മാറിക്കഴിഞ്ഞു എന്നൊക്കെ മറ്റുള്ളവർക്ക് തോന്നുന്ന ഒരു സമയം കൂടിയാണ് ഇത്. മാത്രമല്ല, നിങ്ങളുടെ ആ ഒരു പാസ്റ്റിൽ എന്താണോ സംഭവിച്ചത് അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യം തന്നെയാണ് എന്നുള്ളതാണ്. പക്ഷേ അത് ഈ ഒരു സമയം നിങ്ങൾ ഹീൽ ചെയ്യണം എന്ന് തന്നെയാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. കുറേ ആൾക്കാർക്ക് ഇത് ഓൾറെഡി ഹീൽ ചെയ്തിട്ടുണ്ടായിരിക്കും, എന്നാൽ ചില ആൾക്കാർക്ക് ഹീലിംഗ് പ്രോസസ്സ് നടന്നിട്ടുണ്ടായിരിക്കാം. ഇതിൽ നമ്മളത് പൂർണ്ണമായും ഹീൽ ചെയ്ത് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ജീവിതമാണ് മറ്റുള്ളവരുടെ പാഠം. അപ്പോൾ മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യിക്കാൻ കഴിവുള്ള ആളുകളാണ് നിങ്ങളെന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. കാരണം അത്രയും വലിയ സ്ട്രഗിൾ അനുഭവിച്ച് പൊരുതി മുന്നേറി വന്ന ആൾക്കാരാണ് നിങ്ങൾ. പിന്നെ ഇവിടെ 8 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ചില കാര്യങ്ങൾ, അതായത് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് നിങ്ങൾ കരുതിയിരുന്ന ചില കാര്യങ്ങളിൽ നിന്ന് ഒന്ന് പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇനി മുതൽ നിങ്ങൾക്കത് വേണ്ട എന്നുള്ളൊരു തീരുമാനം നിങ്ങളിവിടെ എടുക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ഇത് ചില ആൾക്കാരുടെ ഇമോഷൻസിന് കൂടുതൽ പ്രാധാന്യം നിങ്ങൾ കൊടുത്തിരുന്നുവെങ്കിൽ, അങ്ങനെയുള്ള ആൾക്കാർ, ചിലപ്പോൾ ചില വ്യക്തികൾക്ക് ഒരുപാട് പ്രാധാന്യം കൊടുത്തിരുന്ന ആൾക്കാർ, ഒരുപക്ഷെ നിങ്ങൾ അങ്ങോട്ട് കൊടുത്ത പല കാര്യങ്ങളും, അതായത് സ്നേഹമാണെങ്കിൽ പോലും അല്ലെങ്കിൽ വിശ്വാസമായാലും അത്തരത്തിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയിരുന്നില്ല എങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് നിങ്ങളിത് ഉപേക്ഷിച്ച് പുറത്തേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങൾ നേരിടേണ്ടി വന്ന പരിഗണനയില്ലായ്മയും അല്ലെങ്കിൽ ആ ഒരു വേദനയും അത് നിങ്ങൾക്കിനി വേണ്ട എന്നുള്ളതാണ്. അതിനി എനിക്ക് വേണ്ട, അല്ലെങ്കിൽ ആർക്കു മുന്നിലും ഞാൻ തലകുനിച്ച് നിൽക്കുന്നില്ല, മറ്റൊന്നിനും വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല, എല്ലാം മതിയാക്കി, അങ്ങനെ ചില ആളുകൾ തീരുമാനമെടുക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് മാത്രം പ്രയോറിറ്റി കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ വിശാലമായ ഒരു ലോകമുണ്ടെന്ന് മനസ്സിലാക്കി ഇവിടെ നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് കാണാൻ കഴിയുന്നത്. ഒരു വലിയ ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുന്ന ആൾക്കാരുടെ അടുത്തേക്ക് നിങ്ങൾ പോകുന്ന ഒരു സാഹചര്യവും കാണുന്നുണ്ട്. നിങ്ങൾക്ക് എവിടെയാണോ മൂല്യം ലഭിക്കുന്നത് അവിടേക്ക് നിങ്ങൾക്ക് പോകാം. അങ്ങനെ നിങ്ങൾ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 4 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ശരിക്കും നിങ്ങൾക്കിപ്പം നിങ്ങളുടെ കയ്യിലില്ലാത്ത ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. അങ്ങനത്തെ കുറച്ച് ആളുകളുടെ ഒരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങൾക്ക് മിസ്സിംഗ് ആയ ഒരു പോയിന്റ് മാത്രം നിങ്ങൾ ഇവിടെ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച്, എല്ലാം ആ ഒരു അനുഗ്രഹങ്ങളെക്കുറിച്ച് നിങ്ങൾ ബോധേഡല്ലാതിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു മിസ്സിംഗ് ആയിട്ടുള്ള പോയിന്റിൽ തന്നെ ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റാതെ വരും. അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കുക. നമുക്കുള്ളതിൽ എപ്പോഴും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി ഇരിക്കണം എന്നുള്ളതാണ്. അവിടെ നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇല്ലാത്ത കാര്യത്തെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കാതിരിക്കുക. ചിലപ്പോൾ കൂടുതലും ഇത് റിലേഷൻഷിപ്പിലുള്ള ചില ആൾക്കാരുമായിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടായതിൻ്റെ പേരിൽ നിങ്ങൾ വിഷമിച്ചിരിക്കുന്നുണ്ടാവാം. അത്തരം ആളുകളുടെ ഒരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ശരിയായിരുന്നുവെങ്കിൽ ബാക്കിയെല്ലാം ഓക്കെ ആണ് എന്ന് ചിന്തിക്കുന്നുണ്ടാവാം. ഇതിൽ ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളോട് ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളോട് സംസാരിച്ചില്ലെന്നോ, അല്ലെങ്കിൽ അവർ നിങ്ങളോട്
മിസ്ബിഹേവ് ചെയ്തെന്നോ ഒക്കെ വിചാരിച്ചിട്ട് നിങ്ങൾ ഇവിടെ വിഷമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിക്കുന്ന ആൾക്കാർ നിങ്ങൾ മനസ്സിലാക്കുക, അങ്ങനെയല്ല. നിങ്ങളൊന്ന് ഉണർന്നെണീക്കാനാണ് ഈ സമയം ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ മുന്നിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് അതിൽ വളരെ സന്തോഷിച്ചിരിക്കാനാണ്. അതല്ലാതെ നമുക്ക് നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് അല്ലെങ്കിൽ നമുക്ക് കിട്ടാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ വിഷമിച്ചിരിക്കരുത് എന്നുള്ളതാണ്. നമുക്ക് ഉള്ള കാര്യങ്ങൾ, അത് ഇപ്പോൾ ചെറിയ അനുഗ്രഹങ്ങളാണെങ്കിൽ പോലും നമുക്ക് ലഭിച്ചിട്ടുള്ള ആ അനുഗ്രഹങ്ങൾക്ക് എപ്പോഴും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ഇരിക്കുക എന്നുള്ളതാണ് ഇവിടെ ഡിവൈൻ നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ്. പിന്നെ ഇവിടെ 9 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. ഇതിൽ ഒരുപാട് സന്തോഷങ്ങൾ, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതും നിങ്ങൾ പ്രതീക്ഷിക്കാത്തതുമായിട്ടുള്ള ഒരുപാട് സന്തോഷങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇതിൽ കുറേ ആളുകൾ ഒരുപാട് പ്രതീക്ഷയോടെ ഇരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സന്തോഷങ്ങളെന്ന് പറയുമ്പോൾ അത് പലതരത്തിൽ വരാം. അത് പൈസയായിട്ട് വരാം. ഇവിടെ ചില ആളുകൾക്ക് ഒരു പ്രഗ്നൻസിയൊക്കെ നിങ്ങൾ അനൗൺസ് ചെയ്യുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ പുറത്തെടുക്കാതിരുന്ന നിങ്ങളുടെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് വരുമെന്നുള്ളതാണ്. അപ്പോൾ ഇതിലൊരു എംപ്രസിൻ്റെ കൂടി എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു എനർജിയാണ്. നമുക്ക് ആരുടെയും സഹായമില്ലാതെ നമ്മളുടെ ആ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ സെൽഫ് കെയർ ചെയ്യുന്നുണ്ടായിരിക്കാം. നല്ല രീതിയിൽ ജീവിക്കണം എന്നൊരു പ്രത്യാശയോടുകൂടി നമുക്ക് ആവശ്യമില്ലാത്ത, നമ്മളെ നെഗറ്റീവ് ആക്കുന്ന ആ ഒരു കാര്യത്തെ മാത്രം നിങ്ങൾ കളഞ്ഞ് ഇവിടെ നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് കാണാൻ കഴിയുന്നത്. മാത്രമല്ല ഇവിടെ നിങ്ങളോട് ഇഷ്ടമുള്ള വ്യക്തികൾ നിങ്ങളോട് അടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു സമയം നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് ഒരുപാട് സന്തോഷങ്ങൾ അനുഭവിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെയുള്ളൊരു സക്സസ് തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുമെന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 10 ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ്. ഇതിൽ നിങ്ങളിൽ പലരും കഠിനമായ സമ്മർദ്ദത്തിലാണെന്നുള്ളതാണ്. വലിയ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾ തളർന്ന് വല്ലാത്തൊരു അവസ്ഥയിലാണെന്നുള്ളതാണ്. പക്ഷേ നിങ്ങളൊരു ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിനെയാണ് ഇവിടെ കാണിക്കുന്നത്. എന്തു തന്നെ ബുദ്ധിമുട്ടിലൂടെയാണ് നിങ്ങൾ പോയതെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നതെങ്കിലും നിങ്ങളുടെ ലക്ഷ്യം അത് നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രീതിയിലേക്ക് ആയിക്കഴിഞ്ഞു എന്നുള്ളതാണ്. നിങ്ങൾ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ എത്ര തളർന്നാണെങ്കിലും നിങ്ങൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തുമെന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും മാറ്റം വരാൻ പോകുന്നു എന്ന് തന്നെ പറയാം. ബുദ്ധിമുട്ടുകൾ അവസാനിക്കാൻ പോകുന്നുണ്ട്. അമിതമായ ഉത്തരവാദിത്തങ്ങളും അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ചുമതലകളും കാരണം നിങ്ങൾ ശ്വാസം മുട്ടുന്ന അവസ്ഥയിലാകാം. ഇപ്പോൾ എല്ലാം ഒറ്റയ്ക്ക് ചുമലിലേറ്റി അല്ലെങ്കിൽ നിങ്ങൾ മുൾമുനയിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആകാം. അത്തരത്തിൽ നിങ്ങൾ ഏത് സിറ്റുവേഷൻ ആണെങ്കിൽ പോലും അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ചുമലിലേറ്റാൻ ശ്രമിക്കുന്നത് കൊണ്ട് നിങ്ങൾ മാനസികമായും ശാരീരികമായും ഒക്കെ നിങ്ങളെ തളർത്തുന്ന തരത്തിലാകാം നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ. പക്ഷേ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വിജയമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതായത് അടുത്തതായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് 6 ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇത് വിക്ടോറിയൻ സക്സസ് ആണ്. കുറേ പ്രതിബന്ധങ്ങളെല്ലാം തരണം ചെയ്ത്, കുറേ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് നിങ്ങൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് വരുന്ന ഒരു എനർജിയാണ് ഈ സമയം കാണാൻ കഴിയുന്നത്. കുറേ ആൾക്കാർ നിങ്ങളുടെ വിജയത്തിൽ അമ്പരന്ന് നിൽക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. കാരണം അത്രയധികം സ്ട്രഗിൾസിലൂടെ നിങ്ങൾ കടന്നു വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് അത്രയും വലിയൊരു വിജയത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നമ്മുടെ മുന്നിൽ എത്രമാത്രം തടസ്സങ്ങൾ ഉണ്ടെങ്കിലും അത്രയും മാത്രം കരുത്ത് നമുക്കുണ്ടാകുമെന്നുള്ളതാണ്. തടസ്സങ്ങളെയെല്ലാം കരുത്താക്കി മാറ്റാനുള്ളൊരു ആറ്റിറ്റ്യൂഡ് നമുക്കെപ്പോഴും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. നമ്മുടെ മുന്നിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം. ആ പ്രശ്നങ്ങൾ കണ്ട് നമ്മൾ തിരിഞ്ഞോടുകയല്ല വേണ്ടത്. അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിക്ടറി ആൻഡ് സക്സസ് ആണ് ഉള്ളതെന്നാണ്.
അപ്പോൾ കുറേ ആൾക്കാരും ഈ ഒരു സമയം ഒരു ജയത്തിൻ്റെ എനർജിയിലാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങളെ അവഗണിച്ചവരും നിങ്ങളെ പിറകിൽ നിന്ന് കുത്തിയവരും നിങ്ങളെ പരിഹസിച്ചവരും ഒക്കെ നിങ്ങളെ കണ്ട് അമ്പരന്ന് പോകുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ വിജയം അത് അവർ അത്ഭുതത്തോടെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചിലപ്പോൾ അവർ നിങ്ങളുടെ ശത്രുക്കളായിരിക്കാം. തീർച്ചയായിട്ടും നിങ്ങളിൽ അത്രയും വലിയൊരു പോസിറ്റീവ് എനർജി ഉണ്ടെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുന്ന ഒരു സമയം കൂടിയാണിത്. അത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ശത്രുക്കൾ തന്നെയായിരിക്കും, നിങ്ങളുടെ മിത്രങ്ങളായിരിക്കില്ല. നിങ്ങളുടെ ശക്തിയും വളർച്ചയും ഒക്കെ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ശത്രുക്കൾ തന്നെയായിരിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെയും ആൾക്കാർ നിങ്ങളെ പിന്തുടരുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഇവിടെ മൂൺ എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഡിവൈനുമായിട്ട് ഏറ്റവും കണക്റ്റഡ് ആയിട്ടാണ് ഈ ഒരു സമയം ഇരിക്കുന്നത് എന്നുള്ളൊരു തോന്നലൊക്കെ ഈ ഒരു സമയം നിങ്ങൾക്ക് ഉണ്ടെന്നുള്ളതാണ്. നിങ്ങളുടെ ഇൻഡ്യൂഷൻ നിങ്ങൾ വിശ്വസിക്കണം എന്നുള്ളതാണ്. പ്രപഞ്ചം നിങ്ങൾക്ക് ഒരുപാട് നിമിത്തങ്ങൾ നൽകുന്നുണ്ട്. പല കാര്യങ്ങളും നിങ്ങളെ അറിയിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ ദൈവം നിങ്ങളെ അറിയിക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളത് തീർച്ചയായിട്ടും വിശ്വസിക്കുക എന്നുള്ളതാണ്. ചില വ്യക്തികളെക്കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളെക്കുറിച്ചായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ ഇൻഡ്യൂഷനിൽ വരുന്ന കാര്യങ്ങൾ അത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്കിവിടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദൈവാനുഗ്രഹം വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ഭയത്തെ തീർച്ചയായിട്ടും നിങ്ങൾ വിട്ടുകളയേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതായത് ഫ്യൂച്ചറിനെ പറ്റി ആശങ്കപ്പെടുന്നത്, ആവശ്യമില്ലാത്ത കാര്യം സംഭവിക്കുമോ അങ്ങനെ നിങ്ങൾ ആശങ്കപ്പെടുന്നത്, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ളവർക്ക് എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുമോ എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുക. നമ്മൾ പോസിറ്റീവായിട്ടിരുന്നാൽ മാത്രം മതി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഇരുന്നാൽ മാത്രമേ ഇത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കളയാൻ പറ്റുകയുള്ളൂ. ഇത്തരം നെഗറ്റീവ് ചിന്തകളെ മാറ്റി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾ സ്പിരിച്വൽ വർക്ക് ചെയ്യുക, നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം ഡിവൈൻ നിങ്ങൾക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് തരുന്ന ഒരു സമയമാണ്. പിന്നെ ഇവിടെ 8 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു എനർജിയാണ് കാണാൻ കഴിയുന്നത്. ഇവിടെ നിങ്ങൾ വളരെ എൻജോയ് ചെയ്ത് ജോലി ചെയ്യാനുള്ളൊരു മൂഡായിരിക്കും നിങ്ങൾക്കുള്ളത് എന്നാണ്. കുറേ കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്ത് തീർക്കണമെങ്കിൽ പോലും അത് നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് ഇവിടെ ചെയ്യുന്നു എന്നുള്ളതാണ്. കുറേ എൻഗേജ്ഡ് ആയിരിക്കും നിങ്ങൾ. കുറേ കാര്യങ്ങളിൽ നിങ്ങൾ എൻഗേജ്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ ഈ സമയം നിങ്ങൾ വളരെ ബിസി ആയിട്ടിരിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ജോലി നിങ്ങൾ ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊപ്പം സന്തോഷത്തോടെ സമയം ചെലവഴിക്കുന്നതാവാം. അപ്പോൾ ഇതിൽ നിങ്ങൾ വളരെ എൻജോയ് ചെയ്ത് ജോലിയൊക്കെ ചെയ്യുകയും അതിൽ നിങ്ങൾ വളരെ സന്തോഷം കണ്ടെത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ഒരുപക്ഷെ നിങ്ങൾ പഠിക്കണം എന്ന് ആഗ്രഹിച്ച ഏതെങ്കിലും ഒരു കാര്യം പഠിച്ചു തുടങ്ങുന്നതുമാകാം. പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ച, അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിച്ച ഏതെങ്കിലും ഒരു കാര്യം അത് നിങ്ങൾ ചെയ്തു തുടങ്ങുന്നതുമാകാം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ത്രില്ലിങ്ങിലായിരിക്കും ഈ സമയം നിങ്ങളെന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഹാർഡ് വർക്കാണ്. അപ്പോൾ കുറച്ചുകൂടി ഹാർഡ് വർക്ക് ആവശ്യമുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യാത്ത ആൾക്കാർ ഈ ഒരു സമയം നിങ്ങൾ കുറച്ചുകൂടി ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണോ പൂർത്തിയാക്കാതെ വെച്ചിട്ടുള്ളത്, അത് പലതരത്തിലുള്ള കാര്യങ്ങളുണ്ടാവാം. അപ്പോൾ അതെന്താണെങ്കിൽ പോലും നിങ്ങൾ എന്തെങ്കിലും പഠിക്കാൻ പോയിട്ട് അത് പകുതി വഴിക്ക് നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കാത്ത ആൾക്കാർ ഈ ഒരു സമയം നിങ്ങളത് പൂർത്തീകരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സന്തോഷമായിട്ടും സമാധാനമായിട്ടും ഒക്കെ ഇരുന്ന് നിങ്ങൾക്ക് ചെയ്യേണ്ട ജോലികൾ ചെയ്തു തീർക്കുവാൻ ഈ ഒരു സമയം സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ പേജ് ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾക്കൊരു പുതിയ തുടക്കം കാണുന്നുണ്ട്. ഇത് ചിലപ്പോൾ നിങ്ങൾ പാസ്റ്റിൽ സ്റ്റോപ്പ് ചെയ്തൊരു കാര്യം അത് നിങ്ങൾ വീണ്ടും തുടങ്ങി വെക്കുന്നതുമാകാം. ഒരുപക്ഷെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങൾ വിട്ടുകളഞ്ഞ കാര്യമാകാം ഇത്. സാഹചര്യം അനുകൂലമാകാത്തത് കൊണ്ട് നിങ്ങൾ ഉപേക്ഷിച്ച ഒരു കാര്യമായിരിക്കാം ഇത്. അതെന്താണെങ്കിൽ പോലും ആ ഒരു കാര്യം ചിലപ്പോൾ നിങ്ങൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നതുമാകാം. അപ്പോൾ ഇവിടെ നിങ്ങൾ
തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന വ്യക്തിയിൽ നിന്നും ഒരു കമ്മ്യൂണിക്കേഷനൊക്കെ ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ചില ആളുകൾ പുതിയൊരു കോഴ്സ് എടുത്ത് പഠിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾക്കുള്ള വ്യക്തതയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുമെന്നുള്ളതാണ്. മാത്രമല്ല ഈ സമയം നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളൊന്ന് കെയർഫുള്ളായിട്ട് ചെയ്യാൻ ശ്രമിക്കണം എന്നൊരു മെസ്സേജ് കൂടി നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ചില കാര്യങ്ങൾ വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച് പഠിക്കുന്നു അല്ലെങ്കിൽ അത് ചെയ്യുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ കിങ് ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ശരിക്കും സ്ട്രോങ് ആയിട്ടുള്ളൊരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ളൊരു ഊർജം ഈ സമയം കിട്ടുമെന്നുള്ളതാണ്. കൺഫ്യൂസ്ഡ് ആയിരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ നല്ല പോലെ ആലോചിച്ച് നല്ലൊരു തീരുമാനമെടുത്ത് ഇവിടെ ഇരിക്കുന്നു എന്നുള്ളതാണ്. കാരണം 2 ഓഫ് പെൻറ്റക്കിൾസ് വന്നതുകൊണ്ട് തന്നെ കുറേയധികം ആളുകളും കൺഫ്യൂസ്ഡ് ആണെന്നുള്ളതാണ്. നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ ഇരിക്കുന്നുണ്ടാവാം. അപ്പോൾ ഇവിടെ മറ്റുള്ളവർക്ക് നിങ്ങളെ അനുസരിക്കേണ്ട ഒരു സാഹചര്യം അല്ലെങ്കിൽ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടത്ര വില തരാതിരുന്ന ആൾക്കാർ ഈ ഒരു സമയം നിങ്ങൾ പറയുന്നത് കേട്ടേ പറ്റുകയുള്ളൂ എന്നൊരു അവസ്ഥയൊക്കെ വന്നേക്കാം. അതുപോലെ തന്നെ നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ് എന്നൊരു തോന്നൽ അവർക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവരത് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങൾ പറയുന്ന ആ ഒരു വാക്കുകൾ, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ ഇതെല്ലാം ശരിയാണ്, ഓവറോൾ നിങ്ങൾ നല്ലൊരു പേഴ്സൺ ആണെന്നുള്ളൊരു തോന്നലൊക്കെ അവർക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു ഗൈഡൻസ് ഈ ഒരു സമയം കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ് അടുത്തതായിട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്ത് മാറ്റങ്ങളാണ് പല കാര്യത്തിലും വരുത്തേണ്ടത്, അത്തരത്തിലൊരു ഗൈഡൻസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഒരു കൃത്യമായിട്ടുള്ള തീരുമാനമെടുക്കാൻ ഇവിടെ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതം ഒരു ബാലൻസിലൊക്കെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് ഇവിടെ സാധിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ഇമോഷൻസിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. ശരിക്കും നിങ്ങൾ പ്രാക്ടിക്കലുമാണ്, എന്നാൽ മറ്റുള്ളവരോട് സ്നേഹവും സഹതാപവും ഒക്കെയുള്ളൊരു എനർജിയും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സോളിൻ്റെ ആ ഒരു യഥാർത്ഥ ഗുണത്തിലേക്ക് പോകാൻ നിങ്ങൾക്കിവിടെ പറ്റുമെന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 9 ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ്. ഇതിൽ കുറേ ഓബ്സ്റ്റക്കിൾസ് ഒക്കെ കടന്ന് നിങ്ങൾ പുറത്തിറങ്ങിയ ഒരു എനർജി കാണുന്നുണ്ട്. നിങ്ങൾ ഇത്രയും കാലം അനുഭവിച്ച എന്താണോ, എന്ത് സാഹചര്യമാണോ അവിടെ നിന്നും നിങ്ങൾ ഒരുപാട് മാറിപ്പോയി എന്നുള്ളതാണ്, അല്ലെങ്കിൽ മാറിപ്പോകുമെന്നുള്ളതാണ്. ഈ ജീവിതാനുഭവങ്ങളിൽ നിന്ന് നിങ്ങൾ ഒരുപാട് ശക്തി സംഭരിച്ചു എന്നാണ് കാണാൻ കഴിയുന്നത്. ഒരുപാട് പാഠങ്ങൾ പഠിച്ചു, മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ചില പരീക്ഷണങ്ങളൊക്കെ നടക്കുന്നുള്ളതാണ്. അത് ഒരിക്കലും നെഗറ്റീവായിട്ടായിരിക്കില്ല. ഈ ഒരു പരീക്ഷണത്തിലൂടെ നിങ്ങൾക്കൊരു നന്മ വരും എന്ന് തന്നെയാണ് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയ എന്തൊക്കെയോ കാര്യങ്ങൾ, ചിലപ്പോൾ അത് നിങ്ങളുടെ സമ്പാദ്യമാകാം, വിശ്വാസമാകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളാവാം. അപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ടതായിട്ട് കരുതിയിരുന്ന ചില കാര്യങ്ങൾ അത് നഷ്ടപ്പെടുത്താൻ തക്കം പാർത്ത് കുറേ ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് നിങ്ങൾ ഹോൾഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് കുറച്ച് ആളുകൾ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നൊരു മെസ്സേജ് നിങ്ങൾക്ക് നൽകുന്നുണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വന്നാലും അതിനെ മറികടക്കാൻ നിങ്ങൾ പ്രിപ്പയർഡായിട്ട് ഇരിക്കുക. അപ്പോൾ നിങ്ങളുടെ ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലോ നിങ്ങൾക്ക് പൈസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോ ഒക്കെ നിങ്ങളൊന്ന് തീരുമാനമെടുക്കുമ്പോൾ അതെന്ത് കാര്യമായാലും അത് ആലോചിച്ച് നിങ്ങൾ സാവകാശം മാത്രം ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അല്ലാതെ എടുത്തു ചാടി ഈ സമയം ഒന്നും തന്നെ നിങ്ങൾ ചെയ്യാതിരിക്കുക. അപ്പോൾ നിങ്ങൾ ഈ സമയം എന്ത് കാര്യത്തിനും ആക്ഷൻ എടുക്കുന്ന ആൾക്കാർ, പെട്ടെന്ന് ആക്ഷൻ എടുക്കുന്ന ആൾക്കാർ, നിങ്ങൾ ആക്ഷൻ എടുക്കുന്നത് നല്ലതാണ്, പക്ഷേ ആലോചിച്ച് മാത്രം ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇവിടെ 2 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ 2 സാഹചര്യങ്ങളിൽ വളരെ വിഷമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒരു തീരുമാനമെടുക്കാൻ പറ്റാതെ നിങ്ങളിങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. പക്ഷേ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ആ ഒരു കാര്യത്തിന് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഗൈഡൻസ് ഇവിടെ കിട്ടുമെന്നുള്ളതാണ്.
തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളുടെ ആങ്സിസ്റ്റേഴ്സിൽ നിന്നും നിങ്ങൾക്ക് ഗൈഡൻസും ബ്ലെസ്സിങ്സും ഒക്കെ കിട്ടുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ അവർ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ്, നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ മജീഷ്യനാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാജിക് നടക്കാൻ പോകുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അത് ഫിനാൻസിൻ്റെ കാര്യത്തിലാകാം, അല്ലെങ്കിൽ പുതിയൊരു ജീവിതത്തിൻ്റെ കാര്യത്തിലായാലും ഇതിലൊക്കെ നിങ്ങൾക്കൊരു മാജിക് നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മറ്റുള്ളവരെക്കാളും യൂണിവേഴ്സുമായിട്ട് ഒരു കണക്ഷൻ കൂടുതലുണ്ട് എന്നുള്ളതാണ്. ഇതിൽ നിങ്ങൾ ചെയ്യുന്ന മാനിഫെസ്റ്റേഷൻസ് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തന്നെ തിരികെ വരുന്നുണ്ട്. ഇവിടെ തീർച്ചയായിട്ടും ഒരു പുതിയ തുടക്കമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അത് ഒരുപക്ഷെ നിങ്ങളെ കൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് മാത്രമാണ്. എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അത് നിങ്ങളിൽ തന്നെ ഉണ്ട്. ആ ഒരു കാര്യം ആദ്യം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മളൊന്ന് ചെയ്തു കൊടുക്കുക. കാരണം മജീഷ്യനാണ്. അപ്പോൾ നിങ്ങൾ മാജിക്കിൽ വിശ്വസിക്കുക. നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നതിൽ വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. ഇതിൽ എല്ലാം നിങ്ങളുടെ മുന്നിലുണ്ട് എന്നുള്ളതാണ്. എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അതെല്ലാം നിങ്ങളുടെ മുന്നിൽ തന്നെയുണ്ട്. നിങ്ങളത് കാണാതിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾ വിശ്വസിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ ആക്ഷൻ എടുക്കുക. പിന്നെ ഈ ഒരു സമയം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഒരു ഗോള് സെറ്റ് ചെയ്യുക, അതിനുശേഷം നിങ്ങൾ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് നൽകുന്നൊരു മെസ്സേജ്. അപ്പോൾ നിങ്ങൾ ബുദ്ധിയും കഴിവും എല്ലാമുള്ള ആൾക്കാരാണ്. പലപ്പോഴും അത് ചെയ്യേണ്ട സമയങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം ഈ ഒരു സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കണം എന്നൊരു മെസ്സേജാണ് നിങ്ങൾക്കിവിടെ നൽകുന്നത്. പിന്നെ ഇവിടെ പേജ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. ഇവിടെ നിങ്ങൾ പുതിയ പല കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. പുതിയ പ്രോജക്റ്റോ പുതിയ ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു കൊളാബറേഷനോ ഒക്കെ നിങ്ങൾക്ക് വരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ഇത് ചിലപ്പോൾ നിങ്ങളൊരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാനിരിക്കുന്ന ആളാകാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പുതിയ ഐഡിയാസ് വരുന്നതുമാകാം. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫ്യൂച്ചറിലേക്ക് കുറേ കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. മാത്രമല്ല മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് റീസ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു സമയം നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കണം എന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് ഏറ്റവും പുതിയ കാര്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു സമയമാണിത്. അപ്പോൾ ഈ സമയം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പോസിറ്റീവായിട്ടായിരിക്കണം. പുതിയ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ പഠിക്കാൻ പോകുന്ന ഒരു എനർജിയും ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്.